ഹായ് ഗായ്സ്, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതെന്താ വേപ്പ് വീടിനകത്തുനിന്ന്. ഇവിടെ -डिग्री വരുമ്പോൾ വേപ്പിന് പുറത്ത് വളരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീടിനകത്ത് വയ്ക്കും. ക്ലൈമറ്റ് കുറച്ചുകൂടി ബെറ്റർ ആകുമ്പോൾ പുറത്തിറക്കി വയ്ക്കും. അല്ല, കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിന്നൊരു ഹെൽത്തി സാലഡ് നോക്കിയാലോ. സാലഡിന് ആവശ്യമായിട്ടുള്ള ഒരു കട്ട് ചെയ്ത ആപ്പിൾ, കുറച്ച് സ്പിനാച്ച്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പിന്നെ ഇത് ഓൾറെഡി ബോയിൽഡ് ബ്രോക്കോളി ആയിട്ടാണ് മേടിച്ചത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത ചില്ലറ്റ്യൂസ്, പിന്നെ കുറച്ച് ഇത് വേവിച്ച വെള്ളക്കടലയാണ്. ഇതെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ സാലഡിന് വേണ്ട ഒരു ഡ്രസ്സിങ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റും. ഞാനിതിൽ എഗ്ഗും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ പ്രോട്ടീൻ റിച്ച് സാലഡ് കൂടിയാണ്. ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള 2 കാഷ്യൂ നട്ട്സ്, കുറച്ച് ക്യാപ്സിക്കം, ഒരു 2-3 സ്പൂൺ ഒലിവ് ഓയിൽ. അത് കുറച്ചൊരു തിക്കായിട്ട് ക്രീമിയായി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് അധികം ഒഴിച്ചത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഇറ്റാലിയൻ ഡ്രസ്സിങ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡേറ്റ്സ് ആഡ് ചെയ്യാം, കുറച്ച് സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർക്ക്. ഞാനതിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഡ്രസ്സിങ്ങിന് നിങ്ങളുടെ ചോയ്സിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. പിന്നെ ഞാനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടും കൂടിയുള്ള ഒരു അവക്കാഡോൻ്റെ ഹാഫ് 1/4 ഓഫ് അവക്കാഡോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഞാൻ വേറെ മയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ട്രിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. നമ്മളുടെ ഹെൽത്തി ഹോം മെയ്ഡ് ഡ്രസ്സിങ് ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഹെൽത്തി നട്ട്സ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാലഡ് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോയിൽ ചെയ്ത എഗ് വൈറ്റ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം. പ്രോട്ടീന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ബോയിൽഡ് ഫിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ക്യാൻഡ് ട്യൂണ അതെല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. സാലഡിൻ്റെ കൂടെ എപ്പോഴും നമ്മളൊരു പ്രോട്ടീൻ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഹെൽത്തി പ്രോട്ടീൻ റിച്ച് സാലഡാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ.